പോഷൻ പക്വടയുടെ ഭാഗമായി ഏപ്രിൽ 11 ശനിയാഴ്ച സംഘടിപ്പിക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അന്നേ ദിവസം ഓൺലൈനായിട്ട് 2 പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കേണ്ടത്. ഒന്ന്, ദേശീയ സുരക്ഷിത മാതൃത്വ ദിനത്തോടനുബന്ധിച്ച് അങ്കണവാടി പ്രദേശത്തെ അമ്മമാരെയും കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മദർ ആൻഡ് ചൈൽഡ് ഇന്ററാക്ഷൻ ആൻഡ് പ്ലേ ബേസ്ഡ് ലേണിംഗ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു റീൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ് വേണ്ടത്. അതായത് കുട്ടികളുടെ മസ്തിഷ്ക വികാസത്തിലും ഭാഷാ വികാസത്തിലും അമ്മമാരും കുട്ടികളും തമ്മിലുള്ള ഇടപെടലിന്റെയും ആശയവിനിമയത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചും കളികളിലൂടെയുള്ള പഠനത്തിന്റെ പ്രയോജനത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളെ ഫലപ്രദമായി പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ കുട്ടികളുടെ കളികളിലൂടെയുള്ള പഠനത്തിന്റെയും അമ്മമാരും കുട്ടികളും തമ്മിലുള്ള ഇന്ററാക്ഷന്റെയും ചെറു വീഡിയോകളോ റീലുകളോ ചിത്രീകരിക്കുകയാണ് ഈ ഒരു പ്രവർത്തനത്തിലൂടെ അമ്മമാർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം ജനന്തോളം ഡാഷ്ബോർഡിലെ ഏർലി സ്റ്റിമുലേഷൻ ഫോർ ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ന തീമില് ഡെമോൺസ്ട്രേഷൻ ഓൺ മദർ ആൻഡ് ചൈൽഡ് ഇന്ററാക്ഷൻ ആൻഡ് പ്ലേ ബേസ്ഡ് ലേണിംഗ് എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. അതുപോലെ അന്നേ ദിവസത്തെ രണ്ടാമത്തെ പ്രവർത്തനം സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് ആണ്. അതായത് പോഷൻ പക്വയുടെയും അതുപോലെ ദേശീയ സുരക്ഷിത മാതൃത്വ ദിനവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ, വിശദാംശങ്ങൾ, നോട്ടുകൾ തുടങ്ങിയവ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കേണ്ടതും അതോടൊപ്പം തന്നെ അവ വാട്സപ്പ് സ്റ്റാറ്റസ് ആയി വെക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം ജനന്തോളം ഡാഷ്ബോർഡിൽ അതർ എന്ന തീമില് IEC ഡിസമിനേഷൻ എന്ന ആക്ടിവിറ്റി ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ 2 പ്രവർത്തനങ്ങളാണ് ഏപ്രിൽ 11 പോഷൻ പക്വയുടെ ഭാഗമായിട്ട് നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. വരും ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തുടർന്നുള്ള വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരം വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ പോഷൻ മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.